ചെമ്മീൻ കറിയാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ചോറിൻ്റെ കൂടെ ചപ്പാത്തി, പുട്ട് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ എരിവും പുളിയും ഒക്കെയുള്ള ചെമ്മീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ അരച്ചാൽ മതി. നമ്മളിനി കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ കറിക്ക് നല്ല കളർ കിട്ടും. 1 ടേബിൾ സ്പൂൺ ഇട്ടതുകൊണ്ട് എരിവൊന്നും കൂടില്ല കേട്ടോ. ചെമ്മീൻ കറിക്ക് 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് 300 ഗ്രാം. ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 4 ചെറിയുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലൂസായിട്ടുള്ള പാലാണ്. 1-ാം പാലും 2-ാം പാലും മിക്സ് ചെയ്തതാണ്. ഈ കറിക്ക് മീഡിയം സൈസിലുള്ള തേങ്ങയുടെ അരമുറി തേങ്ങയാണ് അരയ്ക്കാനും പാല് പിഴിയാനും കൂടി എടുത്തിരിക്കുന്നത്. ഇനി മീഡിയം സൈസിലുള്ള നന്നായി പഴുത്ത ഒരു തക്കാളി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 1 പീസ് കുടംപുളിയും. ചെറിയ പീസ് കുടംപുളിയാണെങ്കിൽ 2 പീസ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറി നന്നായി തിളച്ച് വരുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് ചെമ്മീൻ വെന്ത് വരുന്നതുവരെ വേവിക്കണം. ഞാനിവിടെ ചെമ്മീൻ കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ടാണ് വേവിക്കുന്നത്. കുറച്ച് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് എനിക്ക് ഒരു 20 മിനിറ്റ് വേണ്ടി വന്നു ചെമ്മീൻ വെന്ത് വരാൻ. ഇപ്പോൾ കറി കുറുകി ചെമ്മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കറിയിലേക്ക് ഉള്ളി കാച്ചിയിടാം. ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 5 ചെറിയുള്ളി കനം കുറച്ചരിഞ്ഞത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 2 തണ്ട് കറിവേപ്പിലയും. ഉള്ളി ഗോൾഡൻ കളർ ആവുമ്പോൾ കറിയിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം മൂടി വെക്കണം. ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. കറി വെച്ച് 1 മണിക്കൂറിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്